ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാവിമാനം തകർന്നു വീണു. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 242 പേരുമായി ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:43 അപകടം. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതിൽ 53 യാത്രക്കാർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. 162 പേർ ഇന്ത്യൻ പൗരന്മാരും 7 പോർച്ചുഗീസ് സ്വദേശികളും 1 കനേഡിയൻ സ്വദേശിയും വിമാനത്തിലുണ്ടായിരുന്നു. തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ. ഈ അപകടത്തിൽ ഏകദേശം 100ഓളം പേർ മരിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മരണസംഖ്യ ഇനിയും കൂടുവാനുള്ള സാധ്യതകളുണ്ട്. വിമാനം ഏകദേശം പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു ഈ അപകടത്തിൽ. എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ പൈലറ്റ് അപകട മുന്നറിയിപ്പ് നൽകിയെന്ന് എയർ ട്രാഫിക് കൺട്രോൾ. വിമാനത്താവളത്തിന് പുറത്ത് വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപായാണ് ATCക്ക് അപായ സന്ദേശം മെയ്ഡേ കോൾ നൽകിയത്. മെയ്ഡേ കോളിന് ശേഷം ഈ വിമാനത്തിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു. കോ പൈലറ്റാണ് അപായ മുന്നറിയിപ്പ് നൽകിയത്. ക്യാപ്റ്റൻ സുമീത് സബർവാളാണ് വിമാനത്തിൻ്റെ മുഖ്യ പൈലറ്റ്. ക്ലൈവ് കുന്ദറാണ് കോ പൈലറ്റ്. ക്യാപ്റ്റൻ സുമീത് സുബർവാൾ 8000 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള ആളാണ്. കോ പൈലറ്റിനും 1100 മണിക്കൂറോളം വിമാനം പറത്തി പരിചയമുണ്ട്. പറന്നുയർന്ന് 5 മിനിറ്റിനകം വിമാനം തകർന്നു വീഴുകയായിരുന്നു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രക്ഷാദൗത്യത്തിനായി 270 അംഗ NDRF സംഘം സ്ഥലത്തേക്ക് തിരിച്ചു. അർദ്ധ സൈനിക വിഭാഗവും രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അപകടത്തെ തുടർന്ന് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേലിൽ നിന്നുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വിമാനം പറന്നു പൊങ്ങിയ ഉടനെ തന്നെ മരത്തിൻ്റെ ചില്ലയിൽ വിമാനത്തിൻ്റെ പിൻവശം ഇടിച്ചെന്നാണ് സൂചന. അതല്ല, എഞ്ചിൻ്റെ തകരാറാണ് കാരണമെന്ന് മറ്റൊരു റിപ്പോർട്ടും വരുന്നു. ഈ വിമാനത്തിന് 11 വർഷം പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ മലയാളികളുമുണ്ടെന്നാണ് സൂചന. ഒരാൾ പത്തനംതിട്ട സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നത്. യാത്രക്കാരുടെ പേരുകൾ എയർ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്.